PD സതീശനെ പോലെ ഇത്രക്ക് ഗതികെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പ് ഉണ്ടായി കാണാനിടയില്ല. കേരളം അടിമുടി സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഏത് നിമിഷവും ശ്രീലങ്കയാവുമെന്നുമൊക്കെ കണക്കുകൂട്ടി മനക്കോട്ട കെട്ടി ഇരിക്കുകയായിരുന്നു. അതുവഴി ചുളുവിൽ ഭരണം പിടിക്കാമെന്നും മുഖ്യമന്ത്രിയായി വിലസാമെന്നുമൊക്കെ എന്തോരം സ്വപ്നങ്ങൾ കണ്ടതാ. എന്നാൽ KN ബാലഗോപാലിന്റെ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ വന്നതോടെ എല്ലാം ഗുദാഗവ. കേന്ദ്രം ക്രൂരമായി കഴുത്തു ഞെരിച്ചിട്ടും നികുതി വിഹിതം പോലും തടഞ്ഞുവെച്ചിട്ടും ഫിനിക്സ് പക്ഷിയെപ്പോലെ കേരളം ഉയർന്നു വന്നു. റെക്കോർഡ് വളർച്ച രേഖപ്പെടുത്തി. ഭാവി തലമുറയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഉതകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ MLA മാർക്കും അവരാവശ്യപ്പെട്ട പദ്ധതികൾ. ഒരു കുറ്റവും പറയാനില്ലാത്ത സമ്പൂർണ്ണ ബജറ്റ്. ബജറ്റ് ചർച്ചയിൽ VD സതീശൻ കംപ്ലീറ്റ് ഔട്ടായിരുന്നു. കൊണ്ടുവന്ന അടിയന്തര പ്രമേയങ്ങളെല്ലാം അവതരിപ്പിച്ചവർക്ക് തന്നെ വ്യക്തതയില്ലാത്ത വിഷയങ്ങൾ. സർക്കാരിനെതിരെ കൊണ്ടുവന്ന ദേശീയപാതയും തീരദേശപാതയും കിഫ്ബിയുമെല്ലാം ഭരണപക്ഷത്തിന് ബോണസായി. ഏറ്റവും ഒടുവിൽ സബ്മിഷൻ അവതരിപ്പിച്ചതിലും സെയിം അവസ്ഥ തന്നെ. ഒരു സഭ നടക്കുമ്പോൾ പ്രതിപക്ഷം എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതിനാണ് VD സതീശൻ തന്നെ സബ്മിഷൻ നോട്ടീസ് നൽകിയത്. നോട്ടീസ് പരിഗണിച്ച് മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ തുടങ്ങിയതോടെ ആകെ ബഹളം. എൻ്റെ പൊന്നടാവേ, താൻ തന്നെ അല്ലയോ നോട്ടീസ് കൊടുത്തത് എന്നൊന്നും സതീശനോട് ചോദിച്ചിട്ട് കാര്യമില്ല. സബ്മിഷനായി നൽകിയ പാതിവില തട്ടിപ്പ് ഒരു തരത്തിലും ചർച്ചയാകരുത് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. കാരണം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ജനങ്ങളിൽ നിന്നും ഒരു സംഖ്യ കോടികൾ തട്ടിയെടുത്തതിൽ പങ്കുപറ്റിയത് മുഴുവൻ കോൺഗ്രസുകാരാണ്. ആ കണക്ക് മുഴുവൻ പിണറായിയുടെ വായിന്ന് തന്നെ കേൾക്കാനുള്ള ശക്തി സതീശനില്ല. അതുകൊണ്ട് കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടതാണ്. പേര് വാക്കൗട്ടും. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇത്രയും ഗതികെട്ടവൻ വേറെ എവിടെയെങ്കിലും കാണുമോ?